ചില ഖബറുകളുടെ രണ്ട് സൈഡിലായി മൈലാഞ്ചി ചെടികളെ കാണാൻ കഴിയും. ചില ഖബറുകളുടെ രണ്ട് വശങ്ങളിലായി പച്ചയായ മരങ്ങളെ കാണാൻ കഴിയും, ചെടികളെ കാണാൻ കഴിയും. എന്തിനാണ് ആ പച്ചയായ ചെടികളെ നമ്മൾ നട്ടു വളർത്തുന്നത്? എന്തിനാണ് ഇതിന് വെള്ളമൊഴിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അത് പഠിപ്പിച്ചത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഹബീബ് പറഞ്ഞത്? ഖബറാളി ശിക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ ഈ ഖബറിന്റെ രണ്ട് വശത്തുള്ള ചെടികളുടെ പച്ചയായ ഇലകൾ ഈ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നും അങ്ങനെ ഖബറാളി രക്ഷപ്പെടുമെന്നും ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അങ്ങനെ പറഞ്ഞില്ലയോ? പ്രിയപ്പെട്ടവരെ, രണ്ടാളുകളെ അല്ലാഹു തആല ഖബറിൽ വെച്ച് ശിക്ഷിക്കുമ്പോഴല്ലേ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സ്വഹാബാക്കളോട് പറയുന്നത്, രണ്ട് ചെടി നിങ്ങൾ കൊണ്ടുവാ, ഈ ഖബറാളികളെ അല്ലാഹു ശിക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് നബി തങ്ങൾ ഒരു ചെടി നട്ടു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഈ ചെടിയിൽ പച്ചപ്പ് നിലനിൽക്കുന്ന കാലത്തോളം ഈ ചെടികൾ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഖബറാളി രക്ഷപ്പെടുന്നത് കൊണ്ടാണ് നബി തങ്ങൾ അവിടെ ചെടി നട്ടത്. അല്ലാതെ അവിടെ ഗാർഡൻ ഉണ്ടാക്കിയതല്ല, അവിടെ പൂന്തോട്ടം ഉണ്ടാക്കിയതല്ല. പ്രിയപ്പെട്ടവരെ, അവിടെ ആരാമങ്ങൾ ഉണ്ടാക്കിയതല്ല. അവിടെ ചെടി നട്ട് വളർത്താനുള്ള കാരണം ആ ചെടിയിൽ പച്ചപ്പുള്ള കാലത്ത് ഖബറാളി രക്ഷപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് വിശ്വസിച്ചത് കൊണ്ടാണ്.